മലയാളി കാത്തിരുന്ന വാർത്ത ഒടുവിൽ തീരുമാനമായി. സുകുമാരക്കുറുപ്പ് എവിടെ, സുകുമാരക്കുറുപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് തുടങ്ങി 1984 ജനുവരി 22 ചാക്കോ കൊലക്കേസിന് ശേഷം മലയാളി സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ സുകുമാരക്കുറുപ്പുമായി ബന്ധപ്പെട്ട വാർത്ത ഉയർന്നു വരും, അതിനുശേഷം വന്നതുപോലെ തന്നെ പിൻവാങ്ങുകയും ചെയ്യും. അത്തരത്തിലാണ് കഴിഞ്ഞ 3 മാസം മുൻപ് ക്രൈംബ്രാഞ്ച് IG അജിത ബീഗം ചുമതല എടുത്തതോടുകൂടി മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽപ്പെട്ട കേസുകൾ അവർ അന്വേഷിച്ചു. ആ ഫയലുകൾ എല്ലാം പൊടി തട്ടിയെടുത്ത് അന്വേഷിച്ചപ്പോൾ സുകുമാരക്കുറുപ്പിന്റെ തീർപ്പാകാത്ത കേസ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ സുകുമാരക്കുറുപ്പിന് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് അജിത ബീഗം അന്വേഷണത്തിന് ഉത്തരവിട്ടു. അജിത ബീഗത്തിന് നമ്മൾ അറിയാമല്ലോ, ഈ ക്രൈംബ്രാഞ്ചിന്റെ ചുമതലയ്ക്ക് പുറമെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന അധിക ചുമതല കൂടി അജിത ബീഗത്തിനുണ്ട്. അങ്ങനെ ഈ കേസ് സൗത്ത് സെൻട്രൽ മേധാവിയായിട്ടുള്ള IG ശ്യാം സുന്ദറിന് കൈമാറി. അപ്പോൾ ശ്യാം സുന്ദർ ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഈ സുകുമാരക്കുറുപ്പ് എവിടെ എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു. ഏറ്റവും അവസാനം സുകുമാരക്കുറുപ്പിനെ കണ്ടു എന്ന് പറയുന്നത് ജാർഖണ്ഡിലെ ബൊക്കോറോ സ്റ്റീൽ പ്ലാന്റ് ആശുപത്രിയിൽ അന്നത്തെ നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്ന, അന്ന് എന്ന് പറയുന്നത് 1988 അന്നത്തെ നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്ന ചെറിയനാട് സ്വദേശി രത്നമ്മയാണ്. ചെറിയനാട് എന്ന് പറയുന്നത് കുറുപ്പിന്റെ വീടിന് അടുത്താണ്. അപ്പോൾ അവിടെ ഒരു 42 വയസ്സുള്ള ഒരാൾ ഈ കാർഡിയാക് യൂണിറ്റിൽ, അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള ICUവിൽ കിടക്കുന്നതായി രത്നമ്മയ്ക്ക് വിവരം ലഭിച്ചു. അതിനുശേഷം രത്നമ്മ ഇയാളെ കുറിച്ച് ചോദിച്ചപ്പോൾ അയാൾ ചെറിനാട്ടുകാരനാണെന്ന് പറഞ്ഞു. മറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അയാൾക്ക് അതെല്ലാം തന്നെ അറിയാം എന്ന് അയാൾ പറയുകയും ചെയ്തു. പിന്നീട് രത്നമ്മ അകത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും അയാളെ കാണാനില്ല. ജോഷി എന്ന പേരിലാണ് അയാൾ ജാർഖണ്ഡിലെ ഈ ആശുപത്രിയിൽ ചികിത്സക്കെത്തിയത്. 18 ഭാഷയൊക്കെ അറിയാം, മലയാളി അറിയാം, ഭാര്യ നേഴ്സാ, അങ്ങനെ കഥകൾ പറഞ്ഞു. അപ്പം എനിക്ക് ഡൗട്ട് തോന്നി, കാരണം എൻ്റെ വീടിൻ്റെ അടുത്താണല്ലോ, ചെറിയനാടാണ് എൻ്റെ വീട്. അപ്പം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ചേച്ചി അതിന് സുകുമാരക്കുറുപ്പ് തന്നെ ആയിരിക്കും, അപ്പം പോയി നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ പോയി, വാർഡിൽ പോയി അയാളെ കണ്ട് സംസാരിച്ച് കയ്യിലൊക്കെ പിടിച്ച് സംസാരിച്ച്, പേഷ്യൻ്റല്ലേ, അപ്പോൾ ആ രീതിയിൽ സംസാരിച്ചൊക്കെ കഴിഞ്ഞു. എവിടെ സ്ഥലം? കേരളം എന്ന് പറഞ്ഞു. എനിക്ക് മലയാളം അറിയാം, കേരളത്തിലൊക്കെ പോകാറുണ്ട്, ആ രീതിയിലാണ് പറഞ്ഞത്. അപ്പം പേര് ജോഷി എന്ന് പറഞ്ഞ് അഡ്മിറ്റായിരിക്കുന്നത്. അന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, പിന്നെ കേരളത്തിൽ പോവും, മലയാളം അറിയാം. അപ്പം ഞാൻ കേരളത്തിൽ പോവും, അറിയാമല്ലോ, ചെങ്ങന്നൂർ ഒക്കെ അറിയാമല്ലോ. ഞാൻ ചെങ്ങന്നൂർ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ചെങ്ങന്നൂർ ചെറിയനാടാണ് എൻ്റെ വീടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പം പുള്ളി പെട്ടെന്ന് അങ്ങ് ഇതായി. ഞാൻ പറഞ്ഞു, എൻ്റെ വീട് ചെങ്ങന്നൂർ ചെറിയനാട് ശിവരാമക്കുറുപ്പിൻ്റെ വീടിൻ്റെ അടുത്താന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരാണ് ശിവരാമക്കുറുപ്പ്. അത്രയും പറഞ്ഞ് സംസാരിച്ചൊക്കെ കഴിഞ്ഞ്, അന്ന് സ്റ്റുഡൻ്റ് ആയിരിക്കാൻ നമുക്ക് പേടിയാണല്ലോ, വാർഡിലൊക്കെ സീനിയേഴ്സിൻ്റെ ഒക്കെ. എന്നിട്ട് ഞാൻ പോയി ഹോസ്റ്റലിൽ പോയി. അത് കഴിഞ്ഞ് പിന്നെ ക്ലാസ്സിന് പോയി, എക്സാമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. ഉച്ച കഴിയായപ്പോഴത്തേന് ഇദ്ദേഹത്തിനെ വാർഡിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ജനറൽ വാർഡിലോട്ടാക്കി. കാരണം ഡിപ്പാർട്ട്മെൻറ്റിനും അറിഞ്ഞെന്ന് തോന്നി ഇതെന്തോ ക്രിമിനലാണെന്നുള്ളത്. അപ്പം അതിനെ വാർഡിൽ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങളൊരു 2:30-3 മണിയായപ്പോഴത്തേന് വാർഡിൽ ചെന്നപ്പോഴത്തേന് അബ്സ്കോണ്ടഡായി. ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം എന്ന് പറയുന്നത്, അന്ന് രത്നമ്മ ഇയാളെ കാണുമ്പോൾ 40 വയസ്സാണ് പ്രായം. ഈ 40 വയസ്സിന് ശേഷം 1988 40 വയസ്സുകാരനായ ജോഷി എന്ന പേരിൽ അവിടെ സുകുമാരക്കുറുപ്പ് അഡ്മിറ്റായത്. അത് സുകുമാരക്കുറുപ്പ് തന്നെയാണ് എന്ന് രത്നമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ഏതാണ്ട് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഈ 1988 അന്ന് 40 വയസ്സുണ്ടായിരുന്ന ഹൃദ്രോഗബാധിതനായ സുകുമാരക്കുറുപ്പ് തുടർച്ചയായി ജീവിച്ചിരിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ സുകുമാരക്കുറുപ്പ് മരിച്ചു എന്ന് തന്നെയാണ് ഒഫീഷ്യലി ഇനി ക്രൈംബ്രാഞ്ച് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതിന്റെ ഭാഗമായി ഇതുവരെ അന്വേഷിച്ചിട്ടുള്ള ഈ രത്നമ്മയുടെ മൊഴിയടക്കം, സുകുമാരക്കുറുപ്പിനെ കണ്ടു എന്ന് പല ഘട്ടങ്ങളിലായി പറഞ്ഞവരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിക്കൊണ്ട് ക്രൈംബ്രാഞ്ച് ഒരു അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. അവിടെ ക്രൈംബ്രാഞ്ച് മറ്റൊരു കാര്യം കൂടി അന്വേഷിച്ചു. ഈ സുകുമാരക്കുറുപ്പിന്റെ ഭാര്യയോടും ബന്ധുക്കളോടും ഏതെങ്കിലും തരത്തിൽ രഹസ്യമായോ പരസ്യമായോ സുകുമാരക്കുറുപ്പ് ബന്ധപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യവും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിൽ വന്നതാണ്. പക്ഷെ അവിടെയും സുകുമാരക്കുറുപ്പ് ഭാര്യയും ബന്ധുക്കളുമായിട്ടും ഒരു തരത്തിലും ബന്ധം സ്ഥാപിക്കുന്നില്ല എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്.
അപ്പോൾ അങ്ങനെ രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതായത് വീട്ടുകാരുമായി സുകുമാരക്കുറുപ്പ് ബന്ധപ്പെടുന്നതേയില്ല, അതേസമയം ഈ സുകുമാരക്കുറുപ്പിനെ കണ്ടു എന്ന് പറയുന്ന ആൾക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് 80 വയസ്സ് കഴിഞ്ഞു, ഹൃദ്രോഗ ബാധിതനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഐസിയുവിൽ കിടന്ന ആളാണ്, ഹൃദ്രോഗത്തിന്റെ ചികിത്സയ്ക്കായി ഐസിയുവിൽ കിടന്നയാളാണ്. അപ്പോൾ ഗുരുതരമായിട്ടുള്ള ഹൃദ്രോഗം അയാൾക്കുണ്ട് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും മുഖവിലക്കെടുത്തുകൊണ്ട് വീട്ടുകാരുടെ അഭിപ്രായങ്ങളും അതേപോലെ സുകുമാരക്കുറുപ്പിനെ കണ്ടു എന്ന രത്നമ്മയടക്കമുള്ളവരുടെ പല ഘട്ടങ്ങളിലായി കണ്ടു എന്ന് പറയപ്പെടുന്നവരുടെ മുഴുവൻ പേരുടെയും മൊഴി വീണ്ടും എടുക്കുകയും അതിനെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു നിഗമനം സുകുമാരക്കുറുപ്പ് മരിച്ചു എന്ന് തന്നെയാണ്. അപ്പോൾ വരുന്ന ഏതാനും ദിവസങ്ങൾക്കകം ഇതിന്റെ അന്തിമ റിപ്പോർട്ട് അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ചിന്റെ മേധാവിക്ക് കൈമാറും. ആ റിപ്പോർട്ട് ഉണ്ടാവുക സുകുമാരക്കുറുപ്പ് അന്തരിച്ചു, സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ പറയുന്ന മോസ്റ്റ് വാണ്ടഡ് കേസിൽപ്പെട്ടിട്ടുള്ള സുകുമാരക്കുറുപ്പിന്റെ ഫയൽ എന്നേക്കുമായി അടയ്ക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെയും കേരള പോലീസിന്റെയും തീരുമാനം. അയാൾ ഒരു കാരണവശാലും ജീവിച്ചിരിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ഫയൽ എന്നേക്കുമായി അടയ്ക്കുന്നത്. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങളിൽ ഒന്നാണ് സുകുമാരക്കുറുപ്പിൻ്റെത്. ഏറ്റവും വലിയ ദുരൂഹമായ കുറ്റകൃത്യങ്ങളിൽ ഒന്നാണ് സുകുമാരക്കുറുപ്പിൻ്റെത്. 1984 ജനുവരി 22 തൻ്റെ പേരിലുള്ള ഇൻഷുറൻസ് തുക കിട്ടാൻ വേണ്ടി ചാക്കോ എന്ന് പറയുന്ന ഫിലിം റെപ്രസെൻറ്റേറ്റീവിനെ ഒരു കാറിലിട്ട് മാവേലിക്കര കുന്നം പാടത്തിട്ട് കത്തിച്ചതിന് ശേഷം ആ തുക തനിക്ക് ലഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സുകുമാരക്കുറുപ്പ് ചാക്കോയെ കൊന്നത്. അതിനുശേഷം പിന്നീട് സുകുമാരക്കുറുപ്പിനെ കണ്ടവരാരും തന്നെ ഇല്ല, ഉള്ളവരൊക്കെ തന്നെ സുകുമാരക്കുറുപ്പാണ് എന്നുള്ള ഒരു രത്നമ്മയടക്കം അവരെ അടക്കം പറയുന്നത് ഈ പറയുന്നത് പോലെ ചേർന്നിട്ടല്ലേ വീട്, ഇന്നയാളെ അറിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ എല്ലാം ഉത്തരം തരുന്നുണ്ട്. എന്നതിനപ്പുറത്തേക്ക് സുകുമാരക്കുറുപ്പിനെ കൃത്യമായി കണ്ടെത്തി പോലീസിന് കൈമാറുകയോ സുകുമാരക്കുറുപ്പ് പോലീസിന്റെ പിടിയിലകപ്പെടുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അത്രയും നാൾ നീണ്ടു നിന്ന ഈ ഒരു കേസ് ഇനിയിപ്പോൾ അന്വേഷിച്ചിട്ട് കാര്യമില്ല, അയാൾ മരിക്കാനുള്ള കാലാവധി എന്നേ കഴിഞ്ഞു എന്ന നിഗമനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് മലയാളികൾ എന്നേക്കുമായി കാതോർത്തിരുന്ന വാർത്ത സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ, ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എവിടെയാണ് തുടങ്ങിയിട്ടുള്ള മലയാളിയുടെ 100 കൂട്ടം സംശയങ്ങൾക്ക് ഇതാ അറുതി വന്നിരിക്കുന്നു. സുകുമാരക്കുറുപ്പ് മരിച്ചു എന്ന അന്തിമ നിഗമനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തിച്ചേർന്നിരിക്കുകയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.